ഇന്ന് നമുക്ക് ഒരു ബീഫ് കറി ഉണ്ടാക്കിയാലോ. എണ്ണ അങ്ങോട്ട് തിളച്ച് വരുന്ന ടൈമിലുണ്ടല്ലോ കുറച്ച് ഉലുവ എടുത്ത് അങ്ങോട്ട് ഒഴിക്കല്ല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായി അരിഞ്ഞ വല്യുള്ളി, ഞാൻ ഒരു 1.5 വല്യുള്ളി എടുത്തിട്ടുണ്ട്. എൻ്റെ അത്യാവശ്യം ഒരു മീഡിയം സൈസ് വല്യുള്ളി ആയിരുന്നു. അതിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു പരിപാടി കൂടെ ഉണ്ട്. കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഒരു 4-5 ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിലടിച്ച് മസാല പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ട് ഉള്ളി നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി, ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന കൺസിസ്റ്റൻസി ആയി വരുന്ന സമയത്ത് നിങ്ങളത് ഇട്ട ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി പിടിപ്പിക്കുക. സാധനം അങ്ങോട്ട് പിടിക്കട്ടെ. എന്നിട്ട് ആണ് മെയിൻ പരിപാടി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ എടുക്കാം, പിന്നെ അതിൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ഇത് നമ്മൾ ചുടുവെള്ളം മസാലയൊക്കെ കുറച്ച് ഗ്രേവി ടൈപ്പ് ആകാൻ വേണ്ടിയിട്ടാണ് അതൊഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോളം ബീഫ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് ഒരു ബീഫിൻ്റെ മൂപ്പിനനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണം വ്യത്യാസം വരും. ഞാനിവിടെ എനിക്ക് ഏകദേശം ഒരു 5-6 വിസിലിൻ്റെ ഉള്ളിൽ സാധനം എടുത്ത് ഞാൻ കുക്കറിൽ നിന്ന് എടുത്തിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ മുകളിലോട്ട് ഒഴിച്ചാൽ പൊളിക്കും. പൊളി സാധനമായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയും കൊണ്ട് പറയില്ല, പൊളിയാണ്.